നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ദില്ലിയിൽ ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവം. ആ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ ആഭ്യന്തര സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്നലെ ഈ വസതിയിൽ ഈ സംഘം ജഡ്ജിയുടെ വസതിയിലെത്തി അയാളുടെ യശ്വന്ത് വർമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ സാങ്കേതിക തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സമിതി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി സ്വാതി തന്നെയാണ് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നത്. ആ വാർത്തയുടെ വിവരങ്ങൾ കൂടി സ്വാതി നമ്മളോട് പറയും. സ്വാതി, എന്താണ്? വേലി തന്നെ വിളവ് നിന്ന വാർത്തയായിരുന്നു. ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി അന്വേഷണ സമിതിയുടെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിന് പിന്നാലെ അതിന് വലിയ ദുരൂഹതകൾ ഏറുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ, നേരത്തെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയും അത് സംബന്ധിച്ച കണ്ടെത്തലുകളൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സുപ്രീം കോടതി ഇതിനെ ഗൗരവമായി തന്നെയാണ് കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 3 അംഗ സമിതി ഇതിനോടകം നിയോഗിച്ചിരുന്നു. ഇന്നലെയാണ് 3 അംഗ സമിതി അംഗങ്ങൾ അടങ്ങുന്നവർ ഇന്നലെ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നേരിട്ടെത്തിക്കൊണ്ട് തെളിവുകൾ ശേഖരിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചത്. ഇന്നലെ വീട്ടിലെത്തിക്കൊണ്ട് CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് ശാസ്ത്രീയ വശങ്ങളൊക്കെ തന്നെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യക്തമായ തരത്തിലുള്ള തെളിവെടുപ്പുകളാണ് ഇന്നലെ നടന്നത്. എന്തായാലും അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഈ ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് ഉൾപ്പെടെ പോകണമെങ്കിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ വലിയ ആശങ്കപ്പെടുന്ന കാര്യമാണ് രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയുടെ സുതാര്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. വലിയ വിമർശനങ്ങൾ ഇതിനോടകം ഉയരുന്നുണ്ട്. ഈ പണം കണ്ടെത്തിയത് ഈ കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ കുടുംബാംഗങ്ങളും യശ്വന്ത് വർമ്മയും ഈ വിഷയത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ തൻ്റെ വീട്ടിൽ സ്റ്റോർ റൂമിൽ ഇങ്ങനെ പണം സൂക്ഷിക്കാറില്ല, ഈ പണം എവിടെ നിന്ന് വന്നു എന്നറിയില്ല, തൻ്റേതല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഈ വിഷയങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോഴും ഈ തെളിവുകൾ, അതായത് കത്തിക്കരിഞ്ഞ നോട്ട് കഷ്ണങ്ങളടക്കം കണ്ടെത്തിയതിൻ്റെ ചിത്രങ്ങളാണ് ദില്ലി ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും 3 അംഗ സംഘം ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ വീണ്ടും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിനൊക്കെ വിളിച്ചേക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇംപീച്ച്മെൻറ്റ് നടപടിയിലേക്ക് പോകണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം വരുന്നത് ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു സംഭവം ഗുരുതരം തന്നെയാണ്. പലരുടെ ഭാഗത്തു നിന്നും ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഉയർന്ന തട്ടിലിരിക്കുന്നവർ തന്നെ ഇത്തരം അഴിമതി കേസുകളിൽ പെടുന്നത് ജുഡീഷ്യറിയുടെ അന്തസത്ത കളയുന്നതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ, അതിനുശേഷം ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകണമോ വേണ്ടേ എന്നുള്ളതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടി വരും. മനു. ഓക്കെ, താങ്ക് യു.